ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രൂപ അങ്ങനെ രാഹുലിനെ കാണാൻ വേണ്ടിയിട്ട് മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുക. അതിനുശേഷം ഗ്ലാസ്സിന് പുറത്തവിടെ നിന്നിട്ട് ഡോറിന് പുറത്തവിടെ നിന്നിട്ട് വിചാരിക്കുന്നുണ്ട്, ഇവൻ ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. ഇനി ഒരു ദിവസം ഇവൻ ശരിക്കും ഇതുപോലെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കുന്നൊരു ദിവസം വരാനുണ്ട്. അതിനുശേഷം അകത്തേക്ക് കയറുന്ന സമയത്ത് രാഹുൽ ഇങ്ങനെ അസ്വസ്ഥതയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഷോക്കൊക്കെ കൊടുത്തതിൻ്റെ ആ ഒരു അസ്വസ്ഥതയുണ്ട്. അപ്പോൾ രൂപയെ കണ്ടപ്പോൾ ആ ഒരു സന്തോഷത്തിൽ പറയുന്നുണ്ട്, ആ നീ വന്നോ. അപ്പം രൂപ സന്തോഷത്തോടു കൂടി അകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് രൂപയോട് പറയുന്നുണ്ട്, എനിക്കൊരു കുഴപ്പമില്ല രൂപേ. എൻ്റെ മരുമകൻ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനുണ്ടല്ലോ, അവൻ എൻ്റെ ഭാര്യയും മകളെ എന്തൊക്കെയോ പറഞ്ഞ് തലതിരിച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാവരും കൂടി എനിക്ക് എന്തോ തന്ന് എന്നെ ബോധം കെടുത്തി ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുക. ഇപ്പോൾ ഇതേ ഷോക്കും തന്നു. രൂപ കൗശലച്ചിരിയോടുകൂടിയാണ് രാഹുൽ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്നത്. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, രൂപേ നീ പോയി ആ ഡോക്ടറെ ഒന്ന് കാണ്. എന്നിട്ട് അയാളോട് പറ ഇന്ന് തന്നെ എന്നെ ഇവിടുന്ന് വിടാൻ, എനിക്ക് ഭ്രാന്തൊന്നും ഇല്ലെന്ന്. അപ്പോൾ രൂപ സങ്കടത്തോടെ പറയുന്നുണ്ട്, ഞാൻ പറയാം ഏട്ടാ, അവനെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുകയ്ക്കണം. മനോഹറിനെ കൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം രൂപ ചോദിക്കുന്നുണ്ട്, അതിനെന്താ പ്രയാസം? എല്ലാം സരയുവിനോടും ഏട്ടത്തിനോടും തുറന്നു പറഞ്ഞൂടെ? അപ്പോഴാണ് രാഹുൽ ആലോചിക്കുന്നത് മനോഹർ പറഞ്ഞ വാക്കുകൾ. എന്നെ ഏതെങ്കിലും തരത്തിൽ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ പിന്നെ ഇവിടെ അഴിഞ്ഞാടാൻ പോകുന്നത് താരയായിരിക്കും, താര. തൻ്റെ കുഞ്ഞിൻ്റെ അമ്മ. രാഹുൽ ആ വാക്കുകൾ ആലോചിച്ച് ഇങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അത് ആസ്വദിച്ചുകൊണ്ട് ഒന്നും അറിയാത്തതുപോലെ രൂപ ചോദിക്കുന്നുണ്ട്, എന്താ ഏട്ടാ ആലോചിക്കുന്നത്? പെട്ടെന്ന് രാഹുൽ ഓർമ്മയെന്ന് മാറിയിട്ട് പറയുന്നുണ്ട്, അത് ചെറിയൊരു പ്രശ്നമുണ്ട് രൂപേ, അതിൽ അവനെന്നെ തളച്ചിരിക്കുക. അപ്പോൾ രൂപ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഏട്ടൻ തളരണമെങ്കിൽ ഏട്ടൻ്റെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടെന്ന് വേണ്ടേ കരുതാൻ? അപ്പോൾ ടെൻഷനോടുകൂടി രാഹുൽ പറയുന്നുണ്ട്, അവൻ കഥയുണ്ടാക്കാൻ മിടുക്കനാ രൂപേ, അതുകൊണ്ട് എനിക്ക് അവനെ ഭയമാ. അപ്പോൾ രൂപ ചോദിക്കുക, ഏട്ടൻ അങ്ങനെ ആരെയും ഭയമുണ്ടായിരുന്നില്ലല്ലോ, ഇപ്പം തന്നെ ഞാനും ചന്ദ്രേട്ടനും അടുക്കണമെന്ന് പറഞ്ഞതുപോലും രാഹുലേട്ടനാണ്. അതുകൊണ്ടാണ് എനിക്കിഷ്ടമില്ലെങ്കിലും അയാൾക്കൊപ്പം കറങ്ങി നടക്കുന്നത്, അയാളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത്. അങ്ങനെയുള്ള ഏട്ടൻ അവനെ ഒഴിവാക്കാൻ എന്താ ഇത്ര പ്രയാസം? പക്ഷെ അതിന് രാഹുലിന് പ്രത്യേകിച്ച് മറുപടിയൊന്നുമില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ കരുതുന്നത് പോലെയല്ല അവൻ. ബുദ്ധി രാക്ഷസനാ. 4-5 പേരുടെ തലച്ചോറ് അവൻ്റെ തലക്കകത്തുണ്ട്. എന്നിട്ട് അസ്വസ്ഥതയോടുകൂടി ഇരിക്കുകയാണ്. അപ്പം രൂപ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിന്നെപ്പോലെ തലച്ചോറുള്ളവന് അവനെപ്പോലെയുള്ള ബുദ്ധി രാക്ഷസനെ തന്നെയാണ് കിട്ടേണ്ടത്. അപ്പോഴേക്കും ഡോക്ടർ അവിടെ റൗണ്ട്സിന് വേണ്ടി വരികയാണ്. അപ്പോൾ രൂപ പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, ഡോക്ടറെ, എൻ്റെ ഏട്ടന് ഒരു കുഴപ്പമില്ല, പിന്നെ എന്തിനാ സമനില തെറ്റിയെന്നും പറഞ്ഞ് ഇവിടെ പിടിച്ച് കിടത്തിയിരിക്കുന്നത്? അപ്പോൾ രാഹുലും പറയൂ, എനിക്ക് ഷോക്ക് തന്നു. അത് കേട്ടപ്പോൾ രൂപക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എന്നിട്ടും ഡോക്ടറോട് ചോദിക്കും, എന്താ ഡോക്ടർ ഇതൊക്കെ? അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ ഈ പേഷ്യൻറ്റിനെ നിരീക്ഷിച്ച് വരികയാണ്. ഇയാൾക്ക് കാര്യമായ കുഴപ്പമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഉടനെ ഇയാളെ ഡിസ്ചാർജ് ചെയ്തേക്കാം. അത് കേട്ടപ്പോൾ രൂപക്ക് ടെൻഷൻ ആവുകയാണ്. അപ്പോൾ രാഹുൽ വേഗം പറയുന്നുണ്ട്, എങ്കിൽ ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തേക്ക് ഡോക്ടറെ. ഇനി എന്തിനാ നാളത്തേക്ക് മാറ്റി വെക്കുന്നേ? അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ചില പ്രൊസീജിയറുകളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ രൂപയും പറയുന്നുണ്ട്, എന്ത് തന്നെ ആയാലും ശരി, ഉടനെ ഏട്ടൻ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം. ഡോക്ടർ റൂമിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം രൂപ രാഹുലിനോട് പറയുന്നുണ്ട്, ഏട്ടാ ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോൾ വരാം. എന്നിട്ട് ഡോക്ടർക്ക് പിന്നാലെ പോയിട്ട് ഡോക്ടർ കുറച്ച് നടന്ന് മുന്നോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അയാളെ വിളിച്ച് നിർത്തുകയാണ്, ഡോക്ടർ. എന്നിട്ട് ഡോക്ടർ അരികിലെത്തിയിട്ട് പറയാണ്, എൻ്റെ സ്വന്തം ഏട്ടനാ, ഞാനെന്ന് വെച്ചാൽ ഏട്ടന് ജീവനാ. അതുകൊണ്ടാണ് ഏട്ടൻ്റെ മുന്നിൽ വെച്ച് ഞാനൊന്നും പറയാതിരുന്നത്. ഏട്ടൻ ഈ അടുത്ത നാളായിട്ട് കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവിടെ വെച്ചുണ്ടായ അയാളുടെ വയലൻസ് കണ്ടിട്ടാണ് ഷോക്ക് കൊടുത്തത്. പെട്ടെന്ന് രൂപ പറയുന്നുണ്ട്, അങ്ങനെയല്ല ഡോക്ടർ, ഇപ്പോൾ ഏട്ടൻ്റെ സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ചില സമയത്തെ നന്നായിട്ട് വയലൻ്റ് ആവുന്നുമുണ്ട്. ഒരു ദിവസം വീട്ടിൽ വന്നപ്പോഴേ പെങ്ങളായ എനിക്ക് നേരെ പോലും കത്തിയെടുത്തു. അത് കേൾക്കുന്ന സമയത്ത് ഡോക്ടർ ഒന്ന് അമ്പരക്കുകയാണ്. അതിനുശേഷം രൂപ പറയുന്നുണ്ട്, ഇനി അതൊന്നും ഏട്ടനോട് പറയണ്ട. ആ സമയത്ത് പെങ്ങളാണ് മുന്നിൽ നിൽക്കുന്നതെന്ന ബോധം ഏട്ടനില്ല. അതിനുശേഷം ഡോക്ടർ പറയുന്നുണ്ട്, അതൊരു സ്പെഷ്യൽ കേസാണല്ലോ, പ്രത്യക്ഷത്തിൽ അയാൾക്ക് മാനസികപരമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ രൂപക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു ഡോക്ടർ പറയുന്നത് കേട്ടപ്പോൾ. ഡോക്ടർ പറയുന്നുണ്ട്, പിന്നെ ആരോടൊക്കെയോ ദേഷ്യവും വൈരാഗ്യം ഉള്ളതായിട്ട് തോന്നി. അതിനപ്പുറം അയാളിൽ ഒന്നും കാണുന്നില്ല. അപ്പം രൂപ പെട്ടെന്ന് തന്നെ പറയാണ്, എന്തായാലും കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ ഡോക്ടർ. മൊത്തത്തിൽ ഇത് കാരണം വീട്ടിൽ താളം തെറ്റി കിടക്കുക. അപ്പം ഡോക്ടർ പറയുന്നുണ്ട്, ശരി എങ്കിൽ നമുക്ക് നോക്കാം. ഡോക്ടർ അവിടുന്ന് പോയതിന് ശേഷം ഒരു കൗശല ചിരിച്ചുകൊണ്ട് രൂപ രാഹുലിന് അരികിലേക്ക് വരികയാണ്. രാഹുലിൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ആ ചിരി പുഞ്ചിരിയാക്കി മാറ്റി. വേഗം രാഹുലിൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്കും രാഹുൽ രൂപയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്തായി, ഡോക്ടർ എന്നെ ഇന്ന് തന്നെ വിടാമെന്ന് പറഞ്ഞോ? ഞാൻ ശക്തമായ ഭാഷയിൽ അങ്ങേരോട് സംസാരിച്ചിട്ടുണ്ട്. ഇനി ഏട്ടൻ ഇവിടെ കിടത്താൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർക്ക് അവരുടേതായ ചില രീതികളില്ലേ, അതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പം രാഹുലിന് സങ്കടമാവുകയാണ്. അപ്പം രൂപ പറയുന്നുണ്ട്, ഇനി ഏട്ടനെ ഡിസ്ചാർജ് ചെയ്ത് ഏട്ടൻ പുറത്തു പോയി എന്തെങ്കിലും കാണിച്ചാൽ അത് ഡോക്ടറിനെ ബാധിക്കുന്ന ഡോക്ടർ പറയുന്നത്. എന്നിട്ട് ദേഷ്യത്തോടെ രാഹുൽ പറയുന്നുണ്ട്, പെട്ടുപോയല്ലോ രൂപേ, എൻ്റെ ഭാര്യയും മോളും തന്നെയാണ് ആ മനോഹറിനൊപ്പം ചേർന്ന് എന്നെ ഇവിടെ കൊണ്ടിട്ടത്. അത് ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം.
അപ്പം രൂപയും പറയുന്നുണ്ട്, സത്യം പറയാലോ, ഏട്ടൻ ഇവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ വന്ന് ഏട്ടനെ കാണാനുള്ള മനസ്സില്ലായിരുന്നു. ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തായാലും നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പോഴേക്കും ദേഷ്യത്തോടെ രാഹുലും പറയുന്നുണ്ട്, ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണം അവളാ, കല്യാണി. അവളുടെ പ്രാർത്ഥനയാ എല്ലാം കുഴപ്പിച്ചത്. അതുകൊണ്ട് കിരണിൻ്റെ ജീവിതത്തിൽ നിന്ന് അവൾ പോവണം രൂപേ. എന്നിട്ട് ആ സ്ഥാനത്തേക്ക് എൻ്റെ മോള് വരണം. അപ്പോൾ രൂപ സംശയത്തോട് ചോദിക്കുകയാണ്, അപ്പോൾ സരുവിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞോ? കുഞ്ഞിനെ കളയുന്നത് നിനക്കിഷ്ടമല്ലല്ലോ. അവൾ പ്രസവിക്കട്ടെ, നമുക്കതിനെ ഏതെങ്കിലും അനാഥാലയത്തിലാക്കാം. എന്നിട്ട് കല്യാണിയെ ഒഴിവാക്കിയിട്ട് കിരണിനെയും സരയുനെയും ഒരുമിപ്പിക്കണം. അതേസമയം പ്രതികാരത്തോടു കൂടിയാണ് രൂപ രാഹുലിനെ നോക്കി നിൽക്കുന്നത്. രാഹുൽ പറയുന്നത് അത്രയും കേൾക്കുന്നത്. അതിനുശേഷം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതിന് കിരണ് വേറെ ജനിക്കണടാ. നീ എൻ്റെ മോൻ്റെ അമ്മാവനാണെങ്കിലും അനന്തരവൻ ആ സ്വഭാവം ഇല്ലടാ. രൂപ ഒന്നും മിണ്ടുന്ന കാണാത്തപ്പോൾ രാഹുൽ രൂപയെ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കുന്നത് രൂപേ? അത് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രാവർത്തികമാക്കാമെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. നമുക്ക് നോക്കാം ഏട്ടാ, ഏട്ടൻ സമാധാനമായിട്ടിരിക്കുക. പെട്ടെന്ന് രാഹുലിൻ്റെ സംശയത്തോട് ചോദിക്കുന്നുണ്ട്, അല്ല രൂപേ, നീ ഇപ്പോൾ സേനനോടും മക്കളോടും സ്നേഹം നടിച്ച് നടക്കുക. നിനക്കിനി ശരിക്കും അവരോട് സ്നേഹം തോന്നുമോ? അപ്പോൾ രൂപ പറയുന്നുണ്ട്, ഏട്ടന് അങ്ങനെ തോന്നുന്നുണ്ടോ? എൻ്റെ മനസ്സിൽ ഞാൻ സ്നേഹിക്കുന്ന ഒരാളേ ഉള്ളൂ, അതെൻ്റെ ഏട്ടനാ. ഇനി മരണം വരെ അതങ്ങനെ തന്നെ ആയിരിക്കും. അത് കേൾക്കുന്ന സമയത്ത് രാഹുൽ പറയുന്നുണ്ട്, നീയാ രൂപേ ഇപ്പം എൻ്റെ ഏക ആശ്വാസം. ആ സമയത്തൊക്കെ രൂപ ഇങ്ങനെ പല്ല് കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് രൂപ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, നീ എന്നെയും എൻ്റെ ചന്ദ്രേട്ടനെയും എങ്ങനെയൊക്കെ തകർക്കാൻ നോക്കിയോ അതിൻ്റെ ഇരട്ടിയാണ് നീ എന്നെ നേരിടാൻ പോകുന്നത്, സഹിക്കാൻ പോകുന്നത്. ആ സമയത്തൊക്കെ രാഹുൽ ഇങ്ങനെ അസ്വസ്ഥതയോട് കൂടി ഇരിക്കുകയാണ്. വിക്രം അവൻ്റെ തല്ലിപ്പൊളി കൂട്ടുകാരെ കാണാൻ വന്ന സമയത്ത് അവർ പറയുന്നുണ്ട്, എന്നാൽ ഇത് ഭയങ്കര നാണക്കേടായി പോയല്ലോടാ, നമ്മളൊക്കെ ഈ നാട്ടിലുണ്ടായിട്ടും നിൻ്റെ ഭാര്യയായിരുന്നവളുടെ കല്യാണം കഴിഞ്ഞല്ലോ. അപ്പോൾ വിക്രം കുറച്ച് സങ്കടത്തോടെ പറയുന്നുണ്ട്, അതെന്നെ സംബന്ധിച്ചെടുത്ത് വലിയ തോൽവിയാ. പക്ഷേ ഇവിടെ ജീവിക്കാൻ പോലും മാർഗ്ഗമില്ലാത്തവന് ഇതൊക്കെ കണ്ടു നിൽക്കാനേ പറ്റത്തുള്ളൂടാ. അപ്പോൾ അതിലൊരുത്തൻ പറയുന്നുണ്ട്, നീ ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം കൂടാത്തത് കൊണ്ടല്ലേ, ഞങ്ങൾ അതിനുശേഷവും കുറേ വീടൊക്കെ കയറിയായിരുന്നു. അപ്പം വിക്രത്തിന് ആകെ ഒരു ടെൻഷൻ ആവുകയാണ്. അവർ കുറേ പൈസ സമ്പാദിക്കുന്നുണ്ട്, തനിക്കൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ. അതിനുശേഷം വിക്രം പറയുന്നുണ്ട്, ഇനി എനിക്കും നിങ്ങളോടൊപ്പം വന്നേ പറ്റൂ. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, അളിയൻ ഏതെങ്കിലും വീട് കണ്ടു വെച്ചിട്ടുണ്ടോ? ആ ഉണ്ട്, സ്വർണ്ണ ഇരിക്കുന്നൊരു വീടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പം വിക്രം പറയുന്നുണ്ട്, എടാ സോണിയുടെ കല്യാണം കഴിഞ്ഞേ ഉള്ളൂ, എനിക്കാണെങ്കിൽ അവളോട് തീരാത്ത ദേഷ്യമുണ്ട്, നല്ല കലിയുണ്ടടാ. അതുകൊണ്ട് രണ്ടാം ഘട്ടം അവിടുന്ന് തന്നെ തുടങ്ങാം, അവളുടെ പൊന്ന് മോഷ്ടിച്ചുകൊണ്ട്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട്, വീടൊക്കെ നിനക്കറിയാലോ, പിന്നെ കല്യാണം മുടക്കാൻ വേണ്ടി ഞാൻ അവിടെ പോയതല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ്. പിന്നെ കല്യാണ പയ്യനും അവൻ്റെ അച്ഛനും ഒക്കെ ഇങ്ങനെ ഒരു കൊലച്ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. കല്യാണം കഴിഞ്ഞതോ പോട്ടെ, അവളുടെ ഭർത്താവിനെയും കൂട്ടി വിരുന്നിന് ശരണ്യയുടെ വീട്ടിലേക്കാണ് വന്നത്. കൂടാതെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന എൻ്റെ പെങ്ങളും ഭർത്താവും ഉണ്ടായിരുന്നു. എല്ലാവർക്കും എൻ്റെ അമ്മൂമ്മ വെച്ച് വിളമ്പുന്നതും ഞാൻ കാണേണ്ടി വന്നു. അപ്പോൾ അവരിലൊരാൾ ചോദിക്കുന്നുണ്ട്, എടാ നിൻ്റെ ഭാര്യ ഇത് എങ്ങോട്ടാണ് പോകുന്നേ? എടാ അതന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത്, വിക്രം ദേഷ്യത്തോടെ പറയാണ്. അവളെ ആണെങ്കിൽ പിണക്കാൻ പറ്റാത്ത അവസ്ഥയും, നേരിട്ടാണെങ്കിൽ അവളെ തല്ലി തോൽപ്പിക്കാനും പറ്റത്തില്ല. അവളെ വിട്ട് പോവാന്ന് വെച്ചാൽ അടുത്ത നിമിഷം ഞാൻ ജയിലിലാവുകയും ചെയ്യും. എടാ വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഭാര്യ എന്തിനാടാ നിൻ്റെ ശത്രുക്കൾക്കൊപ്പം നിൽക്കുന്നേ? അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഈ കല്യാണം ഒരു കെണിയാണോ എന്ന് പോലും എനിക്കിപ്പോൾ സംശയമുണ്ട്. എന്തായാലും അവൾ ഒഴിവാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ പണം വേണടാ. അതെങ്ങനെയെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ എല്ലാം നമ്മൾ തീരുമാനിച്ച പോലെ ഇന്ന് രാത്രി കല്യാണ പെണ്ണിൻ്റെ സ്വർണം നമ്മുടെ കയ്യിൽ. വിക്രം അടുത്ത ഗൂഢപദ്ധതി മെനഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും പകയുണ്ടായിരുന്നു വിക്രത്തിൻ്റെ മനസ്സിൽ സോണിയോടും ആൽബിയോടും അതുപോലെ തന്നെ കല്യാണിയോടും കിരണിനോടും ഒക്കെ തന്നെ. അങ്ങനെ രാത്രി ആയപ്പോഴേക്കും അവർ 3 പേരും കൂടെ സോണിയുടെ, അതായത് ആൽബിയുടെ വീട്ടിലേക്ക് കക്കാൻ വേണ്ടി കയറുകയാണ്. അപ്പം ഗേറ്റ് കടന്നതിന് ശേഷം വിക്രം പറയുന്നുണ്ട്, നീ ചെല്ല്, പിന്നാമ്പുറത്തെ ഡോറ് തുറന്നു വെക്ക്. അങ്ങനെ ആദ്യം പറഞ്ഞു വിട്ടവൻ പിന്നാമ്പുറത്തെ വാതിൽ പൊളിച്ചതിന് ശേഷം വന്നിട്ട് വിക്രത്തിനോടും മറ്റവനോടും പറയുന്നുണ്ട്, അളിയാ ഓക്കെ. അപ്പോൾ വിക്രം സന്തോഷത്തോടെ പറയാണ്, പിന്നാമ്പുറത്തെ വാതിൽ പൊളിക്കാൻ ഇവനെ കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ. എന്നിട്ട് 3 പേരും കൂടെ പൊട്ടിച്ചിരിക്കുകയാണ്. അതിനുശേഷം വിക്രം പറയുന്നുണ്ട്, എന്നെ പറ്റിച്ച ആളായവൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ല, എൻ്റെ മോളെയും കൊണ്ട് പോയേക്കുവാ. പുതുമോടിയാണല്ലോ ഇവിടെ നടക്കുന്നത്. അവരെ സ്നേഹിക്കാൻ വിട്ടിട്ട് 2 എണ്ണം കൂടെ ഊരു ചുറ്റാൻ പോയിരിക്കുക. അതുകൊണ്ടൊരു മൽപ്പിടുത്തുണ്ടായാൽ തടസ്സം പിടിക്കാൻ കൂടുതൽ ആൾക്കാർ കാണത്തില്ല. എന്നാൽ പിന്നെ നിങ്ങൾ വാ. അങ്ങനെ 3 പേരും കൂടെ അകത്തേക്ക് കിടക്കുകയാണ്. നേരെ ആൽബിയും സോണിയും കിടക്കുന്ന മുറിയിലേക്ക് തന്നെയാണ് 3 പേരും കടന്നു വന്നത്. കുറച്ചു നേരം വിക്രം ആൽബിയുടെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നുറങ്ങുന്ന സോണിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടെ നിന്നിട്ടുണ്ട്. അതിനുശേഷം നേരെ അലമാര തുറക്കാൻ പോയതും അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന എന്തോ ഒരു പാത്രം കൈതട്ടി നിലത്തേക്ക് വീഴുകയാണ്. ആ ശബ്ദം കേട്ടപ്പോൾ സോണി ആദ്യം ഉറക്കം ഞെട്ടുകയാണ്. സോണി നോക്കുമ്പോൾ മുറിയിൽ 3 പേര് നിൽക്കുന്നുണ്ട്. സോണി പെട്ടെന്ന് തന്നെ പേടിച്ച് പരിഭ്രമിച്ച് ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ആൽബി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം സോണി
ആൽബിയെ തട്ടി വിളിച്ച് എണീപ്പിക്കണം, ആൽബിയേട്ടാ. അപ്പോഴേക്കും ആൽബി എണീക്കും. പെട്ടെന്ന് തന്നെ സോണി ലൈറ്റ് ഇടുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള രണ്ടുപേരും പെട്ടെന്ന് തന്നെ കടന്ന് അവിടുന്ന് പോവാണ്. പക്ഷേ വിക്രം അവിടെ തന്നെ ബാക്കിയാവുന്നുണ്ട്. അങ്ങനെ ആൽബിയും വിക്രവും കൂടെ ഫൈറ്റ് ചെയ്യാണ്. പക്ഷേ ആൽബി എത്ര ശ്രമിച്ചിട്ട് വിക്രത്തിൻ്റെ മുഖത്ത് വെച്ചിട്ടുള്ള മാസ്ക് മാറ്റാൻ പറ്റുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവർ ഭയങ്കര ഫൈറ്റ് ചെയ്യും. അതിൻ്റെ ഇടയിൽ സോണി വരികയും സോണിയെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട് വിക്രം. അതിനുശേഷം വിക്രം അവൻ്റെ മേല് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ഇരുമ്പിൻ്റെ വടിയെടുത്തിട്ട് ആൽബിയുടെ തലക്കടിക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ആൽബി അവിടെ മറിഞ്ഞ് വീഴുന്നുണ്ട്. ആൽബിയുടെ തലയിൽ നിന്നൊക്കെ പൊട്ടി ചോര വരുന്നുണ്ടായിരുന്നു. സോണി ചെന്ന് നോക്കുന്ന സമയത്ത് ആൽബിയുടെ തലയിൽ നിന്നൊക്കെ ചോര വരികയാണ്. അപ്പം സോണി ഇങ്ങനെ പൊട്ടി പൊട്ടി കരയാണ്. അപ്പം വിക്രം മനസ്സിൽ വിചാരിക്കുകയാണ്, മരിക്കട്ടെ അവൻ, എന്നെ ചിരിച്ചുകൊണ്ട് കൊന്നവനല്ലേ. എന്നിട്ട് വിക്രം അവിടുന്ന് ഓടിപ്പോവുകയാണ്. സോണിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് പെട്ടെന്ന് കിട്ടുന്നില്ല. ബ്ലഡൊക്കെ കണ്ട സമയത്ത് ആകെ മൊത്തം വെപ്രാളാവുകയാണ്. അപ്പോഴേക്കും അവർ 3 പേരും ആ വീട്ടിൻ്റെ പിന്നാമ്പുറത്തുകൂടി ഇറങ്ങി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. സോണി പെട്ടെന്ന് തന്നെ പോയിട്ട് അവളുടെ ചുരിദാറിൻ്റെ ഷോൾ എടുത്ത് കൊണ്ടുവന്നിട്ട് ആൽബിയുടെ തല വരിഞ്ഞ് കെട്ടിക്കൊടുക്കുകയാണ്. അതിനുശേഷം ആൽബിയെ കൂട്ടി പുറത്തേക്ക് വരികയാണ്. അതിനുശേഷം സോണി ആൽബിയെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കാറിൻ്റെ ഡോറ് തുറന്നിട്ട് ബാക്കിലത്തെ സീറ്റിൽ അവിടെ കിടത്തുകയാണ്. എന്നിട്ട് വേഗം തന്നെ പോയി ഗേറ്റ് തുറന്നിട്ട് ആൽബിയും കൂട്ടി പോകുന്നുണ്ട്. ഇതൊക്കെ ഗുണ്ടകളിൽ, അതായത് വിക്രത്തിൻ്റെ കൂടെയുള്ള കള്ളന്മാരിൽ ഒരാൾ അവിടെ നോക്കി നിൽക്കുകയാണ്. അതിനുശേഷം തിരിച്ചു വന്ന് അടുക്കള ഭാഗത്ത് നിൽക്കുന്ന വിക്രത്തിനോടും മറ്റേ കൂട്ടുകാരനോടുമായിട്ട് പറയുന്നുണ്ട്, അളിയ അവൾ അവനെയും കൊണ്ട് പോയി. അതിനുശേഷം വീണ്ടും 3 പേരും അകത്തേക്ക് കയറി സോണിയുടെ മുറിയിലേക്ക് വന്ന് അലമാര തുറക്കുകയാണ്. അലമാര തുറന്നപ്പോൾ തന്നെ മുന്നിലായിട്ട് തന്നെ സോണിയുടെ ഗോൾഡിൻ്റെ ബോക്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ 3 പേരും ഭയങ്കര സന്തോഷത്തോടു കൂടി അതൊക്കെ എടുത്തിട്ട് സോണിയുടെ അവിടെ ബെഡിൽ കൊണ്ടുവെക്കുകയാണ്. അതിനുശേഷം ആമാടപ്പെട്ടി പോലുള്ള ആ ബോക്സ് തുറക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിറച്ചും സോണിയുടെ ആഭരണങ്ങൾ കണ്ട ശേഷം 3 പേരും സന്തോഷം കൊണ്ട് മതിമറക്കുകയാണ്. സ്വർണ്ണങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് തലോടിക്കൊണ്ട് വിക്രം പകയോടുകൂടി പറയാണ്, എന്നെ വെറും കഴുതയും മരമണ്ടനും ആക്കിയിട്ട് ഞാൻ വെറുക്കുന്ന എൻ്റെ പെങ്ങളോടും അളിയനോടൊപ്പം കൂടെ അവളും അവനും കൂടെ കയറിയിരുന്ന് എൻ്റെ അമ്മൂമ്മയും അച്ഛനും ഉണ്ടാക്കിയ സദ്യ വെട്ടി വിഴുങ്ങിയിട്ടാണ് പോയത്. അതിനുശേഷം ഓരോ ഓർണമെൻറ്റ്സും എടുത്തിട്ട് സന്തോഷത്തോടു കൂടി വിക്രം പറയാണ്, അതേതായാലും ആ പരിക്കങ്ങോട്ട് മാറി. എന്നിട്ട് സോണിയുടെ ഓരോ ആഭരണങ്ങളും എടുത്ത് അതിൻ്റെ വെയിറ്റ് ഏകദേശം തൂക്കം ഇത്രത്തോളം ഉണ്ട് എന്നുള്ള സന്തോഷത്തോടു കൂടി പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ ആഭരണത്തിൻ്റെ ബോക്സ് അടക്കം അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അടച്ചു വെക്കുകയാണ്. അതേസമയം കിരണും കല്യാണിയും നല്ല ഉറക്കത്തിലാണ്. ഫോണിൻ്റെ റിങ് കേൾക്കുന്ന സമയത്ത് കിരൺ വിചാരിക്കുന്നുണ്ട്, ആരാ ഈ സമയത്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കോൾ എടുത്ത് നോക്കുമ്പോൾ സോണിയുടെ നമ്പറാണ്. അപ്പം കല്യാണിയോട് പറയുന്നുണ്ട്, സോണിയാണ്, അവൾ എന്തായിരിക്കും ഈ നേരത്തെന്ന് പറഞ്ഞ് കോൾ എടുക്കുന്ന സമയത്ത് സോണി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ കിരൺ ശരിക്കും ഷോക്കാവുകയാണ്. കോൾ കട്ട് ചെയ്തപ്പോൾ കിരണിനോട് കല്യാണി ചോദിക്കുന്നുണ്ട്, എന്താ കിരണേട്ടാ, ആരോ മോഷ്ടിക്കാൻ വേണ്ടി ആൽബിയുടെ വീട്ടിനകത്ത് കയറി. പിടിവലിക്കിടെ ആൽബിയുടെ തലയ്ക്ക് അടിയേറ്റെന്നാണ് പറഞ്ഞത്. എത്രയും പെട്ടെന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തണം. അവരിപ്പോൾ ഹോസ്പിറ്റലില്ല. കല്യാണി ഇങ്ങനെ ഷോക്കായി കേട്ടിരിക്കുകയാണ്. സോണിക്ക് ഒന്നും പറ്റിയിട്ടില്ല, കിരൺ പറയാണ്. അപ്പം കല്യാണി ചോദിക്കുന്നുണ്ട്, ആരായിരിക്കും ഇത് ചെയ്തത്? മോഷ്ടിക്കാൻ ആരോ കയറിയെന്നാണ് പറഞ്ഞത്, എങ്കിലും അയലത്തുള്ളവനെയും സംശയിക്കണം. അപ്പം കല്യാണി പറയുന്നുണ്ട്, അയാളതിന് മെൻ്റൽ ഹോസ്പിറ്റലല്ലേ, പക്ഷേ അതിന് അയാൾക്ക് തലയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുന്നവൻ അവിടെ അവൻ്റെ പരാജയം തീർക്കാൻ എന്തും ചെയ്യും കല്യാണി. കിരണേട്ട, ആൽബി ഏട്ടന്. അപ്പം കിരൺ പറയുന്നുണ്ട്, ചോര ഒരുപാട് വാർന്നു പോയെന്നാണ് പറഞ്ഞത്. എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. സോണിക്ക് നമ്മൾ വേണം ധൈര്യം കൊടുക്കാൻ. നീ വാ, പെട്ടെന്ന് റെഡിയാവ്. എന്നിട്ട് കിരൺ എഴുന്നേറ്റ് ഡ്രസ്സ് മാറാൻ പോയ സമയത്ത് കല്യാണി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ആരായിരിക്കും ഇത് ചെയ്തതെന്നുള്ളൊരവസ്ഥയിൽ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.